എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ്. അപ്പൊ ഞാൻ ഈ കറിക്കൊപ്പം ഞാനൊരു മോര് കറിയും തയ്യാറാക്കുന്നുണ്ട്. ചോറും ഈ ചിക്കൻ കറിയും മോര് കറിയും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാൻ എടുക്കണം. ഞാനിവിടെ കാസ്റ്റ് അയണിന്റെ ഒരു സോസ് പാൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 4 ഏലക്കായ, ഇതുപോലെ തന്നെ 4-5 ഗ്രാമ്പു, 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചതച്ചെടുത്തത്, 2 പട്ട, ഇത്ര എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അതിന്റെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടത്തുള്ളൂ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കരിവേപ്പില ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ഉണ്ട വെളുത്തുള്ളി, അതായത് ഏകദേശം ഒരു 10-12 അല്ലി വരും ഈ വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് 1 പീസ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. പിന്നെ അധികം എരിവില്ല. ഈ എരിവെല്ലാം ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമുള്ള എരിവ് നിങ്ങൾ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആ ഒരു രീതി പോലെ ഇരിക്കും കേട്ടോ. കണ്ടോ, ഇതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ ഇത് ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പാത്രം മൂടി വെക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിൽ ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് വരും ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക്, അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അളന്ന് കാണിക്കുന്നത്. നമ്മൾ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് തേങ്ങയും മസാലയൊക്കെ ഒരുപാട് ആയിക്കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്രയും മതിയാവും. ഫ്ലെയിമിനി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്. നമ്മളിപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കുകയല്ലേ, അപ്പം ടൈമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇത് വറുത്തെടുക്കാൻ നോക്കണം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 4 ചുവന്നുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചുവന്നുള്ളിയാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് തേങ്ങയിൽ കിടന്ന് വഴണ്ടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അത് അങ്ങനെ കിട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത് ചതച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. നമ്മൾ ഈ തേങ്ങ വറുക്കുന്നതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കുറച്ചിത് വറുത്ത് വരുമ്പോഴേക്ക് ഈ തേങ്ങയിൽ നിന്ന് തന്നെ ഒരു ഓയിലിൻ്റെ ഒരു അംശം വരും.
ഇത് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് വീണ്ടും മൂപ്പിക്കുകയാണ്. ഈ വറുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജിൽ തന്നെ നല്ല ഒരു മണമാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നല്ല മൂത്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് അരച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല ഈ കറി ഉണ്ടാക്കാൻ. ഇതൊന്ന് വറുക്കുന്ന ആ ഒരു ഇതല്ലേ ഉള്ളൂ. നമ്മൾ മറ്റു കറികളിലൊക്കെ എത്രയോ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. വറക്കാൻ എത്ര നേരം വേണം? ഫ്ലെയിം കുറച്ചിട്ടിട്ട്. ഇനി ഞാൻ ചിക്കൻ എന്തായെന്ന് ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ ഇവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതെല്ലാം വെന്ത് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഇത് മൂടി വെക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിവിടെ മൂത്ത് വരുന്നുണ്ട്. അപ്പം ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇതിൽ ചേർക്കണം. നമ്മൾ പൊടികൾ മറ്റേ ചിക്കൻ വേവിക്കുന്നതിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ഈ പൊടികൾ ചേർത്തിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല മൂത്തം നമ്മൾ അറിയുന്നത് കണ്ടോ, നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ ഒന്നും ഒട്ടിയിരിക്കുക ഒന്നും ചെയ്യത്തില്ല. നല്ലൊരു പരുവത്തിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഹലോ, ഇവിടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഈ അരപ്പ് എല്ലായിടത്തും മിക്സ് ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നോക്കട്ടെ, അടിപൊളി, എല്ലാം പാകത്തിനുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ വരുന്നുണ്ട്. നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കാം. പിന്നെ നിങ്ങൾക്ക് താളിച്ചൊഴിക്കണം എന്നില്ലെങ്കിൽ വേണ്ട, ഇതുപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ താളിച്ചുകൂടി ഒഴിക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ആകെ 1 ടീസ്പൂൺ എണ്ണയല്ലേ ആദ്യം ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ തേങ്ങയുടെ ഒരു കറിയാണിത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് താളിച്ചൊഴിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അരപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം. കാരണം ആ അരപ്പുമായിട്ട് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെക്കുന്നത്. അപ്പം ഇതിപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഇത് കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലത്തെ കാസ്റ്റ് അയണിൻ്റെ പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. സോറി കേട്ടോ, ഞാൻ താളിക്കാൻ വെച്ചപ്പം ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. ഒരു 4 ചെറിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇനി ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
കറിക്ക് ഒരു കളറിന് വേണ്ടി ഒരു നുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ഇതെല്ലാം ഇട്ട് വരുമ്പോഴേക്ക് ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കാസ്റ്റ് അയണിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം കറിയൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം, അല്ലെങ്കിൽ ഈ താളിച്ചതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെടും. ഇത് നല്ല ചൂട് ചോറുമായിട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ. ഞാനിത് മൂടി വെക്കാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ ചിക്കൻ കറിയുടെ കൂടെ ഞാനൊരു വെള്ളരിക്ക മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു മൺപാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഏകദേശം 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക മോരുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഈ കറിയിൽ ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് വെള്ളരിക്ക ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊഴിച്ച് ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിനി തൈര് നല്ലതുപോലെ ഉടച്ചിട്ട് ഇതിൽ ചേർത്താണ് ചെയ്യുന്നത്. ഇതൊന്ന് തണുത്ത ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിൽ നിന്ന് ഏകദേശം ഒരു 1/2 കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് കൊടുക്കും. ഇനി താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മോരുകറി തയ്യാറായിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ മോര് കറിയും ഈ ചിക്കൻ കറിയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ചോറിൻ്റെ കൂടെ അല്ല ഇത് കഴിക്കുന്നതെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ നാനിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.